ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ഒന്ന് ബ്യൂട്ടിഫുള്ളി സ്മൈൽ ചെയ്തേ, പുഞ്ചിരിച്ചേ. നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി മാറുന്നത് പുഞ്ചിരിക്കുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും പുഞ്ചിരിയോടെ ഇരിക്കുക, നല്ല സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോ ഇന്ന് ടീച്ചർമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്താണ് എന്നറിയാനായിട്ട് നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണോ നിങ്ങൾ? വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വിജയിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന വേദന മറ്റുള്ളവർ കാണുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടോ? ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടതുപോലെ, തനിച്ചായതുപോലെ ഹൃദയത്തിൽ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നു, ഒരുതരം സങ്കടം. പുറമേ നിങ്ങൾ ചിരിക്കുന്നുണ്ട്, പക്ഷേ അകത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു വലിയ സത്യമാണ് മക്കളെ. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ശാപമല്ല. ചില സമയങ്ങളിൽ അത് ദൈവം നമുക്ക് തരുന്ന ഒരു സിഗ്നലാണ് എന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ മാറേണ്ട സമയമായിരിക്കുന്നു, നിങ്ങൾ വളരേണ്ട സമയമായിരിക്കുന്നു, നിങ്ങൾ ആരാണ് എന്ന് ലോകത്തെ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന സിഗ്നലാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഒറ്റപ്പെട്ട അവസ്ഥയെ എങ്ങനെ നമുക്ക് ശക്തിയാക്കി മാറ്റാം? ആ പെയിനിനെ എങ്ങനെ പവറാക്കി മാറ്റാം? ആരും കൈപിടിക്കാത്ത സമയത്ത് എങ്ങനെ നമുക്ക് സ്വയം ഉയർത്തെഴുന്നേൽക്കാം? അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഹായ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. നമ്മുടെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാട്ടോ. മക്കളെ, ഒറ്റപ്പെട്ടവരാണ് പലപ്പോഴും ശക്തരാകുന്നത്. കാരണം അവരെ ഉയർത്തുന്നത് അംഗീകാരമല്ല, അവരുടെ പെയിനാണ്. അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സപ്പോർട്ടല്ല, അവരുടെ സർവൈവലാണ്. അപ്പോ ഒറ്റപ്പെടൽ എന്തുകൊണ്ട് ഇത്ര വേദനാജനകമാകുന്നു എന്ന് ചോദിച്ചാൽ, ഒറ്റപ്പെടൽ മനുഷ്യരെ വേദനിപ്പിക്കുന്നത് ആരും കൂടെയില്ല എന്ന കാരണത്താൽ മാത്രമല്ല. അതിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഭയമാണ്. എനിക്ക് തീരെ വിലയില്ലാത്തത് കൊണ്ടാണോ ആളുകൾ എന്നെ ഒറ്റപ്പെടുത്തുന്നത്? എന്നെ ആളുകൾ എന്തുകൊണ്ടാണ് വേണ്ട എന്ന് വെക്കുന്നത്? ഞാൻ ഒരുപാട് പിന്നിലായി പോയോ? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരും. അതാണ് ഒറ്റപ്പെടലിന്റെ യഥാർത്ഥ വേദന. നിങ്ങൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികള് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ അതിന് റിപ്ലൈ തരാതിരിക്കാം, അല്ലെങ്കിൽ കോൾ ബാക്ക് ചെയ്യാതിരിക്കാം, നിങ്ങൾക്കൊരു സപ്പോർട്ട് തരാതിരിക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ വാല്യൂ കുറയുന്നില്ല. മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വില കുറഞ്ഞ വ്യക്തിയാണ് എന്ന് ഒരിക്കലും കരുതേണ്ട ആവശ്യമില്ല. ലോകം നിങ്ങളെ തിരിച്ചറിയുന്നത് നിങ്ങളുടെ റിസൾട്ടുകൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഒരിക്കൽ കൂടെ ടീച്ചർമാർ പറയാം, ലോകം നിങ്ങളെ തിരിച്ചറിയുന്നത് നിങ്ങളുടെ റിസൾട്ടുകൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഒരു വിത്ത് മണ്ണിനടിയിൽ നമ്മൾ ഒരു വിത്ത് നടുകയാണ്. ആ വിത്ത് മണ്ണിനടിയിൽ ഒറ്റപ്പെടുകയാണ്, അത് ഇരുട്ടിലാണ്, അതിന് കയ്യടി ഒന്നുമില്ല. ആ നിശബ്ദ ഘട്ടമാണ് പിന്നീടുള്ള ആ ഒരു വൃക്ഷത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഇപ്പോഴത്തെ ഐസൊലേഷൻ പിന്നീട് വരാൻ പോകുന്ന സക്സസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒറ്റപ്പെടൽ ചിലരെ ഉയർത്തും, ചിലരെ തകർക്കും. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികൾ സാധാരണ 3 ട്രാപ്പുകളിൽ പെടും. ഒന്നാമത്തത്, ഒരു വിക്ടിം മെന്റാലിറ്റിയിലേക്ക് പോകും. വൈ മീ ഗോഡ്, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ? ദൈവമേ, നീ എന്നെ പരീക്ഷിക്കുകയാണോ? എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയുന്നില്ല? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇങ്ങനെയുള്ള ആ ചിന്തകളിൽ സ്റ്റക്കാവുന്നത് അപകടമാണ്. ഇത് പതുക്കെ 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 നിങ്ങളെ ഒരു വീക്ക് പേഴ്സണാലിറ്റി ആക്കി മാറ്റും. ഇത് നിങ്ങളുടെ എനർജി തന്നെ ഡ്രെയിൻഡ് ഔട്ട് ആക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. രണ്ടാമതായിട്ട്, ഓവർ തിങ്കിങ്. മനസ്സ് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ റീപ്ലേ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. ഈ നെഗറ്റിവിറ്റിയുടെ ആ കണ്ടിന്യൂസ് ലൂപ്പിൽ നിന്നും
രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോയേക്കാം. മൂന്നാമത്തത്, ഹേർട്ടായവര് പലരും തളർന്ന് തകർന്നടിയും. പുതിയ കാര്യങ്ങൾ പഠിക്കില്ല, പുറത്തേക്ക് ഇറങ്ങില്ല, ലക്ഷ്യങ്ങളെ ചേസ് ചെയ്യില്ല, ജീവിതം മതിയാക്കാം എന്ന് വരെ ഇങ്ങനെയുള്ളവർ ചിന്തിക്കും. ഒറ്റപ്പെടലിനെ ട്രാപ്പ് ആക്കാനും കഴിയും, നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ട് ആക്കാനും കഴിയും. അതായത് ഒറ്റപ്പെട്ട അവസ്ഥയെ ശക്തിയാക്കാനുള്ള 5 ഘട്ടങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മക്കളെ നിങ്ങൾ സ്ട്രോങ് ആവുക. അതായത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ആ പ്രശ്നങ്ങളെ പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കാതെ തിരിച്ച് അതിൽ നിന്നൊക്കെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കി വെക്കുക. അഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഐ ഹാവ് പെർഫെക്റ്റ് മെന്റൽ ടഫ്നെസ് എന്ന് പറയാം. എനിക്ക് നല്ല മനക്കെട്ടിയുണ്ട്, ഐ ഹാവ് പെർഫെക്റ്റ് മെന്റൽ ടഫ്നെസ്. വേദനകളെ കടിച്ചമർത്തി മുന്നോട്ട് പോണം. ആ സമയത്ത് ചിന്തിക്കുക, തളരണോ വളരണോ എന്നുള്ളത്. തളരാനും തകർന്നിരിക്കാനും ഒക്കെ എളുപ്പമല്ലേ, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. സാധാരണ ഒറ്റപ്പെടുമ്പോ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോ എല്ലാരും തളർന്നിരിക്കാനും തകർന്നടിയാനും ഒക്കെ ശ്രമിക്കും. അതിൽ നിന്നും വളരണം എന്നുള്ള ആ ബേണിംഗ് ഡിസയർ ആരുടെ ഉള്ളിൽ വരുന്നോ അവരാണ് പിന്നീട് ചരിത്രം ഉണ്ടാക്കുന്നത്. ഞാൻ എന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് ജോലി പോയ സമയത്ത് ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞു. ഞാൻ ഒറ്റപ്പെട്ടു. എനിക്ക് ജോലി പോയ സമയത്ത് ഒന്ന് വിളിച്ചന്വേഷിക്കാൻ പോലും, കൂടെ വർക്ക് ചെയ്തിരുന്നവര് ഓക്കെ ആണോ, ഹാപ്പി ആണോ, ഒന്ന് വിളിച്ചന്വേഷിക്കാൻ പോലും പലരും തയ്യാറായിരുന്നില്ല. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇരുന്നപ്പോ ഒരുപാട് കരഞ്ഞു. കരച്ചില് കാണാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോ പിന്നെ മെല്ലെ ചാടി എഴുന്നേറ്റു. അടുത്തത് എന്താണ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ അവിടെ നിന്ന് അത് ചിന്തിച്ച് അടുത്ത എന്റെ ഒരു സ്കിൽ എന്താണ്, എന്റെ ഒരു പാഷൻ ഏരിയ എന്താണ്, അതിനെ കണ്ടെത്തി ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുത്തത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ നമ്പർ 1 ലൈഫ് കോച്ചായിട്ട് മാറാനായിട്ട് കഴിയുന്നതും സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് അനുനിമിഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനും കഴിയുന്നത്. അപ്പോ നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോ വളരണോ തളരണോ എന്നുള്ളത് ആരുടെ ചോയ്സാ? നമ്മുടെ ചോയ്സാ. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്റ്റോപ്പ് സീക്കിംഗ് വാലിഡേഷൻ. മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണം, എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയണം, എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന ചിന്ത നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. ഈ ആളുകളുടെ വാലിഡേഷന് വേണ്ടി പീപ്പിൾ പ്ലീസറായി നിന്ന് നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും, നമ്മുടെ കൊല്ലം ഭാഷയെ പറഞ്ഞ നമ്മൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുത്താലും ആളുകൾ നമ്മളെ കുറ്റം പറയും. നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ എല്ലാവരിലെയും കുറ്റം കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അവര് നമ്മളെ പറ്റി മോശം പറഞ്ഞു വരുത്തും. അവരുടെ ലൈഫിൽ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അവരെങ്ങനെയെങ്കിലും നമ്മൾ വളരാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ താഴോട്ട് പിടിച്ചു വലിച്ച് എങ്ങനെയെങ്കിലും നമ്മൾ തകർന്നടിയണം എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരാണ്. നിങ്ങൾ അവരിലേക്ക് ഫോക്കസ് കൊടുക്കരുത്. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഒരു നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് വളരേണ്ടത്? നിങ്ങളുടെ കരിയർ ആണോ, നിങ്ങളുടെ ബിസിനസ് ആണോ, നിങ്ങൾക്ക് ഫിറ്റ്നസിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്, സ്കിൽ ഡെവലപ്മെന്റ് ആണോ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണോ, മണി മേക്കിംഗ് ആണോ, അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് ആണോ, എന്താ വേണ്ടത്? ക്രിയേറ്റ് യുവർ ഓൺ ഗോൾ. ലക്ഷ്യം സെറ്റ് ചെയ്യാം. ഇപ്പോ ലൈഫിൽ നിങ്ങൾക്കൊരു മിഷൻ ഉണ്ട് അല്ലെ? യെസ്. വിക്ടിം മെന്റാലിറ്റിയിലുള്ളവര് ഒറ്റപ്പെടുന്ന സമയത്ത് അവര് കരയും, തകർന്നടിയും. പക്ഷെ വിന്നർ മൈൻഡ് സെറ്റിലുള്ളവര് ഒറ്റപ്പെടുമ്പോ അവരെ തന്നെ ബിൽഡ് ചെയ്യും. അവര് പുതിയ സ്കില്ലുകൾ പഠിക്കും. അതായത് നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു സ്കില്ല് അറിയാമെങ്കിൽ ആർക്കും നമ്മളെ പെർമനന്റ്ലി ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമോ? നിങ്ങൾ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള വ്യക്തിയാണോ? ഒരു ദിവസം മക്കളെ ലോകം നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്ന ദിവസം അകലെയല്ല എന്ന് മനസ്സിലാക്കുക. ആ ഒറ്റപ്പെടലിനെ ഇന്ധനമാക്കി നിങ്ങൾ വർക്ക് ചെയ്യുക. വർക്ക് ഇൻ സൈലൻസ്. പുതിയ കോഴ്സുകൾ പഠിക്കുക, പുസ്തകം വായിക്കുക, അറിവ് നേടുക, പ്ലാനുകൾ എഴുതി വെക്കുക, നിങ്ങളുടെ ബോഡി ബിൽഡ് ചെയ്യുക, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് എനിക്ക് മുന്നോട്ട് പോകണം. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ബേണിംഗ് ഡിസയർ ഉണ്ടാകണം. ജ്വലിക്കുന്ന ആഗ്രഹം, കത്തുന്ന ആഗ്രഹം. എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് വളരണം, എനിക്ക് വിജയിക്കണം, എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ നേടണം. എന്നെ കളിയാക്കി ചിരിക്കുന്നവരുടെ മുന്നിൽ, എന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ ഞാൻ വിജയിക്കുമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ യു വിൽ ബിക്കം അൺസ്റ്റോപ്പബിൾ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോടാണ് ഈ ശ്രമം പറയുന്നത്. മക്കളെ, നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയി മാറും. തോറ്റു കൊടുക്കരുത്.
ഒരു മനുഷ്യരുടെ മുമ്പിലും തോറ്റു കൊടുക്കരുത്. നിങ്ങളെ കളിയാക്കി ചിരിക്കുന്നവരുടെ മുമ്പിലൊക്കെ നിങ്ങൾ വളർന്ന് വിജയിച്ച് കാണിക്കണം. നിങ്ങളുടെ സക്സസ് ആയിരിക്കണം അവർക്കുള്ള മറുപടി. നിശബ്ദമായ സമയങ്ങളിൽ ബിൽഡ് ചെയ്യുന്നതാണ് ശബ്ദമുള്ള വിജയമായി പുറത്തു വരുന്നത്. ഒറ്റപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളൊരു റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, വർക്കൗട്ട് ചെയ്യുക, ജോലി ചെയ്യുക, പഠിക്കുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന ചെറിയ 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 എഫേർട്ടുകളാണ് പിന്നീട് ലൈഫ് ചേഞ്ചിങ് റിസൾട്ടുകളായി മാറുന്നത്. ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവരുണ്ടാകാം, നിങ്ങളെ വിലയില്ലാതെ കാണുന്നവരുണ്ടാവാം, നിങ്ങൾ ഒരുപാട് ഒറ്റയ്ക്കിരുന്ന് ഉലഞ്ഞ രാത്രികൾ ഉണ്ടാകാം. നിങ്ങളൊന്ന് സക്സസ്ഫുൾ ആയതിനു ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഇതെല്ലാം എന്റെ നല്ലതിനായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദിവസം വരും മക്കളെ. നിങ്ങളുടെ സക്സസ് ആയിരിക്കണം നിങ്ങളെ വിലയില്ലാതെ കാണുന്ന ആളുകൾക്കുള്ള മറുപടി. നിങ്ങൾ ഒരു സിംഗിൾ ഗോള് സെറ്റ് ചെയ്യൂ, ഒരു സിംഗിൾ ടാർഗറ്റ് സെറ്റ് ചെയ്യൂ. എനിക്കൊരു പുതിയ സ്കില്ല് പഠിക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ വരുമാന മാർഗം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം. എന്തെങ്കിലും ഒരു ഗോള് സെറ്റ് ചെയ്യാം. ആ ഗോള് സെറ്റ് ചെയ്തിട്ട് വെറുതെ ഇരിക്കരുത്. അത് നേടിയെടുക്കാൻ വേണ്ടി നിരന്തരം 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 പരിശ്രമിച്ച് അത് നേടിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ തോളിൽ തട്ടി അഭിനന്ദിക്കണം. ഒരു ദിവസം വരും നിങ്ങളെ വിലയില്ലാതെ കണ്ടവരും നിങ്ങളെ ഒഴിവാക്കിയവരും നിങ്ങളുടെ മാറ്റം കണ്ട് അത്ഭുതപ്പെടും. എങ്ങനെ? പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ലൈഫിൽ രക്ഷപ്പെടും ഞങ്ങൾ ഒരിക്കലും കരുതില്ല. എങ്ങനെ? ഇതൊക്കെ എങ്ങനെ നിനക്ക് സാധിച്ചു? നീ ഇതൊക്കെ എങ്ങനെ നേടിയെടുത്തു? അത്ഭുതത്തോടെ ചോദിക്കുന്നവരുണ്ട്. നിങ്ങളെ വാല്യൂ ഇല്ലാതെ കണ്ടവര് നിങ്ങളുടെ മാറ്റം കണ്ട് അത്ഭുതപ്പെടുന്ന ദിവസം അകലെയല്ല മക്കളെ. അന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് മറുപടി പറയും, അന്ന് നിങ്ങളുടെ ഡിസിപ്ലിൻ മറുപടി പറയും, അന്ന് നിങ്ങളുടെ ഇൻകം മറുപടി പറയും, അന്ന് നിങ്ങളുടെ ആ ട്രാൻസ്ഫോർമേഷൻ മറുപടി പറയും. ഒറ്റപ്പെടുന്ന ആ ഒരു സമയത്തെ ശത്രുവായി കാണാതെ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റുക മക്കളെ. ഈ നിമിഷം നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. ഇനി ഞാൻ കരയില്ല, ഇനി ഞാൻ തകർന്നടിയില്ല, ഞാൻ എഴുന്നേൽക്കും, ഞാൻ വിജയിക്കും. ലോകം എനിക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു ദിവസം വരും, ഞാൻ വരുത്തിയിരിക്കും, ഉറപ്പാണ്. ലോകം എനിക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ യെസ് എന്ന് കമന്റിൽ ഇടും. മക്കളെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു. ബ്ലെസ്സിങ്സ്.